ഇനി കേരളത്തിൽ വസ്തു ഉടമകൾ തമ്മിൽ അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകില്ല. ഞാൻ പറയുന്നതല്ല, നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നതാണ്. ഇനി സർവേക്കല്ല് ഊരി മാറ്റിയാലും വേലി തകർത്താലും നാട്ടിലെ സാധാരണക്കാരുടെ അതിര് മാറ്റിയെടുക്കാമെന്ന് കഴിയുന്നവർക്ക് ആ വിശ്വാസത്തെ തകർത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ലാൻഡ് പാഴ്സലുകൾക്കും ഡിജിറ്റൽ വാല്യൂ ഉണ്ടാക്കുക എന്ന ചുമതല ഈ കേരളം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കുന്ന മുറയ്ക്കാണ് ഈ മാറ്റം സംഭവിക്കാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നറിയോ? നമ്മുടെ വില്ലേജിനെ പല ബ്ലോക്കുകളായി തിരിച്ച് ആ ബ്ലോക്കിനകത്തുള്ള പുരയിടങ്ങളെ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി തർക്കം പരിഹരിച്ച്, തർക്കം ആ വാക്കിനാണ് പ്രാധാന്യം. ഇത് അളക്കാനായിട്ട് പോകുന്ന സമയത്ത് ഭൂ ഉടമയുടെ കയ്യിലുള്ള രേഖയിൽ കാണുന്ന കണക്കായിരിക്കില്ല ഭൂമിയുടെ കിടപ്പും അളവുകളും. ചിലർക്ക് കൂടിയിരിക്കാം, കുറഞ്ഞിരിക്കാം, അവിടെ തർക്കം ഉണ്ടാവുമല്ലേ. ആ തർക്കം പരിഹരിച്ച് തീരുമാനമായി കഴിഞ്ഞാൽ ആ വില്ലേജിൽ അത് പ്രസിദ്ധീകരിക്കും. ആ ഭൂമിയുടെ അളവുകൾ, അതിരുകൾ, ഭൂ ഉടമയുടെ വിവരങ്ങൾ, ഇങ്ങനെ ഇതിനെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു കൺക്ലൂസീവ് പ്രൂഫായി കാണും. അതിനുശേഷം ആ വില്ലേജിൽ, ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജിൽ പിന്നെ അതിർത്തി തർക്കം ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡിജിറ്റൽ സർവേ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഒരുപാടാണ്. നമ്മുടെ രജിസ്ട്രേഷൻ നിയമത്തിൽ ഉൾപ്പെടെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ തുടർന്നുണ്ടാവും. പ്ലീസ് ഫോളോ L4 Lands. താങ്ക് യു.